الليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى وأما من أعطى واتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى. അതിലെ തജ്വീദ് ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ ഒരു അക്ഷരം കാണാം നിങ്ങൾക്ക് അതിൽ. ഈ ഒരു അടയാളം കാണില്ല നിങ്ങൾ പലയിടത്തും അല്ലേ? എന്തിനാണ് അങ്ങനെ ഒരു അടയാളം ഇടുന്നത്? വെളിവാക്കാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കി നിങ്ങൾ, പിന്നെ വല്ലൈലി അൽ യാഇൻ്റെ മുകളിൽ എന്തിനാട്ട് ഇതില്ലെങ്കിൽ ആ യാഇൻ്റെ മുകളിൽ ഇതിന് പറയാ റസുൽ ഹാഗ് എന്നാണ്. റസുൽ ഹാഗ്. ചില തജ്വീദ് പണ്ഡിതന്മാർ റസുൽ ഹാഗ് എന്ന് പറഞ്ഞവരുണ്ട്. എന്താവട്ടെ,
രണ്ടും ഒന്ന് തന്നെ. ഹ എന്ന അക്ഷരത്തിൻ്റെ തല എന്നാണ് റസുലാഹ്. അതിൻ്റെ തല ഇതിങ്ങോട്ട് കട്ട് ചെയ്തതാണ്. അതാണ് ആ കാണുന്നത്. അതെന്തിനാ നമ്മൾ ഇടണത്? സുക്കൂന് പകരം ഇടണല്ലേ അല്ലേ? ഈ സുക്കൂന് പകരമാണ് നമ്മൾ ഇടണത് അല്ലേ? എന്ത് ഈ സുക്കൂനിടാതെ ഇങ്ങനെ ഒരു അടയാളം വെച്ചത് എന്തുകൊണ്ടാ? ഇതില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എങ്ങനെ തോന്നുക? ഇതില്ല, ഒരാളിപ്പം ഇവിടെ ഈ സിഗ്നൽ ഇല്ലെങ്കിൽ വല്ലീലി നോക്കോതും അല്ലേ? നീട്ടാനാവും വല്ലീലി, യാ ഉച്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ യാ സുക്കൂനോട് കൂടി ഉച്ചരിക്കണം എന്ന് കാണിക്കാനാണ് ഈ റസുൽഹാവ് വന്നിട്ടുള്ളത്. ആ ഏത് അക്ഷരത്തിൻ്റെ മുമ്പിൽ വന്നാലും അങ്ങനത്തെ, ഏത് അക്ഷരത്തിൻ്റെ മുകളിൽ വന്നാലും ഇതാണ്. ഇനി അത് വന്ന സ്ഥലം നോക്കി ഏത് അത് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണ്. ഇനി നോക്കിയോളൂ കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും പൂജ ഉണ്ടാവും, ഇങ്ങനെ നീളത്തിലുള്ള പൂജ ഉണ്ടാവും, ഒന്നുമില്ലാതെ പിന്നെ നഗ്നമായിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിപ്പോൾ അലിഫുമ്മ വന്ന് കൂട്ടിക്കോളി. അലിഫും എങ്ങനെ ഉണ്ടാവും, അലിഫും എങ്ങനെ ഉണ്ടാവും, അലിഫും എങ്ങനെ ഉണ്ടാവും, നഗ്നമായ അലിഫും ഉണ്ടാവും. എന്താ വ്യത്യാസം? ഇതൊക്കെ സുക്കൂൻ തന്നെ. സുക്കൂന് പറഞ്ഞാൽ എന്താ? സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹറക്കത്തില്ലാത്ത അവസ്ഥ. ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫതഹ്, കസ്ർ, ദമ്മ്. ഇത് മൂന്നും ഇല്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ. അപ്പം ഇതിനിപ്പം മൂന്നും ഇല്ലല്ലോ, ഇതുമില്ല, ഇതുമില്ല, അതുമില്ല. അപ്പം ശരിയായ സുക്കൂൻ ഏതാണ്? ഇതാണ്. ഒന്നും ഇടണ്ട. ഹറക്കത്തില്ലാത്ത അവസ്ഥക്കാണെന്ന് പറയാം സുക്കൂൻ. ശാന്തമായ ഹറക്കത്തൊന്ന്, ഒരാളെയും ഭാരം താങ്ങാത്ത ആന്നോ ഈന്നോ ഊന്നോ അതൊന്നുമില്ല, ഇല്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയാ സുക്കൂൻ. അപ്പം ശരിയായ സുക്കൂൻ ഇയാളാണ്. അതിന് ഏതാവട്ടെ, അറബി അക്ഷരമാലയിലെ ഏതക്ഷരം വന്നാലും ഈ ഫതഹില്ല, കെസറില്ല, ദമ്മില്ല എങ്കിൽ അതാണ് സുക്കൂൻ എന്ന് അറിയുന്നത്. ഒറിജിനൽ സുക്കൂൻ അതാ. പിന്നെ എന്തിനാ നമ്മൾ പിന്നെ അതിൻ്റെ മുകളിൽ ഇത് കൊണ്ടുപോയി കയറ്റി വെച്ച് ഇങ്ങനെ പിന്നെ ഒരു റൗണ്ട് അബൌട്ട് പോലുള്ള സുക്കൂൻ വെച്ചത്, കോയിമുട്ടയുടെ രൂപത്തിലുള്ള പിന്നെ സുക്കൂൻ വെച്ചത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സുക്കൂൻ വെച്ചാൽ, ഇതിന് സുക്കൂൻ എന്നല്ല പറയുക ശരിക്ക്, ഇത് പിന്നെ കൊണ്ടുപോയി വെച്ചാൽ ആ അക്ഷരത്തെ എന്ന് ഉച്ചരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് അലിഫുമ്മൽ ഇത് വരുന്ന രംഗം യഅ്മുറൂന. നിങ്ങളിപ്പം യഅ്മുറൂന നോദില്ലേ, ഇങ്ങനെയാണ് ഇപ്പോൾ പിന്നെ ഇതുണ്ടാവുക. യഅ്മുറൂന ഖുർആനിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടു നോക്കിയാണ്, എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയാണ്. യഅ്മുറൂന എവിടെ ഖുർആനിലുള്ളത്? യഅ്മുറൂന ബിൽ മഅറൂഫ്. അവിടെ നിങ്ങൾ ഖുർആൻ നോക്കിയാൽ കാണാം യ ഇങ്ങനെയാണോ ഉണ്ടാവുക? ഒരു അംസ ഉണ്ടാവും, പിന്നെ ഇങ്ങനെയുണ്ടാവും. അത് ശ്രദ്ധിച്ചു നോക്കേണ്ടി. അല്ലെങ്കിൽ ഇതില്ല എന്ന് കൂട്ടുക, ഈ അംസയും ഇതൊന്നുമില്ല എന്ന് കൂട്ടുക. അപ്പം നിങ്ങൾ എങ്ങനെ വായിക്കുക? യാമുറൂന ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ആ അക്ഷരത്തെ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്ന് കാണിക്കാനാണ് ഈ റസൂലുള്ളാഹി കൊണ്ടുവരുന്നത്. അത് അറബി അക്ഷരമാലയിലെ ഏതക്ഷരത്തിൻ്റെ മുകളിലും ഈ റസൂലുള്ളാഹി കണ്ടാൽ അതിനെന്ത് ചെയ്യണം? ഉച്ചരിക്കണം. അപ്പോൾ പിന്നെ വല്ലീലി നോതാൻ പാടില്ല, വല്ലീലി നോതാൻ പാടില്ല. എന്തുകൊണ്ടാണ്? വല്ലൈലി യാവിനെ ഉച്ചരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലീലി ഒതുകൂടെ എന്ന് സംശയം വരും അല്ലേ? അപ്പം അങ്ങനെയല്ല, ഇങ്ങനെ ഓതണം എന്ന് കാണിക്കാനാണ് ഈ അടയാളം വരുന്നത്. ഇനി ഇതും സുക്കൂന, ഇതും സുക്കൂന, ഇതും സുക്കൂന. ഇതെന്തിനാ വരുന്നത്? റൗണ്ട് അബൌട്ട് പോലുള്ള സുക്കൂന്. ഇവിടെ വരുന്നത് ഖുർആനിൽ നോക്കി നിങ്ങൾ, റൗണ്ട് അബൌട്ട് പോലുള്ള ഇവിടെ വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആമനു, കഫറു, അവിടെ എന്താ നിങ്ങൾ കാണുക? ആമനു വരുന്നിടത്ത് നോക്കി നിങ്ങൾ, വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു. ആമനു എന്ന് മറച്ചു നോക്കി. അവിടെ എന്താ ഉള്ളത്? ആമനുവിൻ്റെ ശേഷം അലിഫുമൽ എന്താ ഉള്ളത്?
പറയും. ആ എന്ത് പൂജ്യം? എന്ത് പൂജ്യം? മുദവർ, റൗണ്ട് അബൌട്ട്, പിന്നെ വട്ടത്തിലുള്ള, അല്ലേ? വട്ടത്തിലുള്ള പൂജ്യമുണ്ട്, അല്ലേ? കഫറു അതേപോലെ തന്നെ വട്ടത്തിലുള്ള പൂജ്യമുണ്ട്. അങ്ങനെ വന്നാൽ ആ അക്ഷരത്തിന് ഉച്ചാരണമല്ല, ആ അക്ഷരത്തിന് ഉച്ചാരണമല്ല. അപ്പം ആമനു എന്ന് ഓതുണ്ട് നമ്മൾ ഇല്ല. അപ്പം ഉച്ചാരണം എപ്പോഴേ ഉണ്ടാവുള്ളൂ? ഇയാൾ വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഈ പൂജ്യം റൗണ്ട് അബൌട്ടുള്ള സുക്കൂന് വരുമ്പോൾ എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അലിഫിന്റെ വീതിയും വാവിന്റെ വീതിയും യാവിന്റെ വീതിയും വരും. ഈ 3 അക്ഷരങ്ങളുടെ മുകളിലാണ് ഇത് അധികവും വരിക. അല്ലാത്തതിന് ഇത് വരൂല. അല്ലാത്തതിന് ഇത് വരേണ്ട ആവശ്യമില്ല. അല്ലാത്തതിന്റെ മുകളിൽ വരിക ഉച്ചരിക്കണമെങ്കിൽ ഇയാൾ വരും. ഇത് ഉച്ചരിക്കണ്ട എന്ന് കാണിക്കാനല്ലേ? ഉച്ചരിക്കണ്ട എന്ന് കാണിക്കാനാണ്. അലിഫിന്റെ മുകളിൽ, യാഇന്റെ മുകളിൽ, പിന്നെ വാവിന്റെ മുകളിൽ. ഇപ്പൊ വാവിന്റെ മുകളിൽ എവിടെ വരിക? ഈലാഫിഹിം, അവിടെ ഈലാഫിഹിം, പിന്നെ ഈലാഫി ഖുറൈഷ്, അവിടെ നിങ്ങളെ നോക്കി എന്താ വരുന്നേ? അവിടെ ഈ സുക്കൂനിക്കാരൻ വരും, അല്ലേ? സുക്കൂൻ ആണ്. ഇനി ചിലപ്പം നിങ്ങൾ അത് ലാസ്റ്റിലാണ് വരുന്നെങ്കിൽ, ആ ഉച്ചരിക്കണ്ട എന്ന് കാണിക്കാനാണെങ്കിൽ ഇങ്ങനെ വരാം. ഉച്ചരിക്കണ്ട എന്ന് കാണിക്കാനാണെങ്കിൽ എന്ത് വരും? ഈ റൗണ്ട് അബൌട്ടിലുള്ള സുക്കൂൻ വരും. റൗണ്ട് അബൌട്ട് അല്ല, ഇതാണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യും? റസുല ആണ് വരുന്നെങ്കിൽ നിർബന്ധമായിട്ടും അത് അധികം വരിക മിഡിലുണ്ടാവുക. ഇതോ അധികം വരിക ഒരു പദത്തിൻ്റെ അവസാനത്തിലാണ് ഉണ്ടാവുക, അല്ലേ? അപ്പം ഇത് 2 പിടുത്തം കിട്ടി. ഇനി ഒന്നുകൂടി ഉണ്ട്. ഏതാണത്? ഇങ്ങനെ വരുന്നത്, മുട്ടയുടെ ആകൃതിയിൽ വരുന്നുണ്ട്. അത് നമ്മൾ ഖുർആനിൽ അധികം ഇല്ല. സൂറത്ത് യൂസുഫിലെ ഒരു സ്ഥലത്ത് അത് പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫിലെ എന്തിനാന്ന് വെച്ചാൽ ഇഷ്മാം എന്ന് പറയുന്നത്. ഇഷ്മാം എന്ന് പറഞ്ഞാൽ മീമിൻ്റെ ലൊമ്മില്ലേ, ആ ലൊമ്മിന് ഒരൽപ്പം വാവിൻ്റെ അകാരത്തോടു കൂടി ഉച്ചരിക്കണം എന്ന് കാണിക്കാനാണ് എന്ത് പറയുക, ഈ രൂപത്തിലുള്ള ഇത് വരിക. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൂറത്തു യൂസുഫിലാണ് അത് വന്നിട്ടുള്ളത്. ആയത്തെ നമ്പർ എത്രയാണ് ഓർമ്മയില്ല. അല്ല, അതല്ല, ആയത്തെ നമ്പറാണ് കിട്ടേണ്ടത്. എത്രയാണ് ഇപ്പോൾ വന്നു? സൂറത്ത് യൂസുഫിൽ എവിടെയെങ്കിലും നോക്കിയാണ്. സമയം പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമം ഇതാണ്. നമ്മൾ ഈ ചുണ്ടില്ലേ, ആ ചുണ്ട് ഇങ്ങനെ ഒന്നിങ്ങോട്ട് കൂർപ്പിച്ചിട്ട് ഊന്നുള്ള ശബ്ദം വരിക. ആ ചുണ്ടിങ്ങനെ, ഖുറാനിൽ വളരെ കുറഞ്ഞ സ്ഥലത്തേ അത് വന്നിട്ടുള്ളൂ. ചുണ്ടിങ്ങനെ കൂർപ്പിക്കുക, അല്ലേ? ഇങ്ങനെ നീട്ടുക, എന്നിട്ട് ഊ എന്നുള്ള ഒരു ശബ്ദം. വലിയ ഊ എന്നല്ല, സാധാരണ ഊ പിന്നെ ഉച്ചരിക്കണ പോലെയല്ല. അങ്ങനെ വരുന്നതിനാണ് എന്ത് പറയാ? ഇഷ്മാമ് എന്ന് പറയുന്നത്. അപ്പം എന്തിനാപ്പം ഞാൻ ഇത് പറഞ്ഞത്? ഇങ്ങനെയും കാണും നിങ്ങൾ, ഇങ്ങനെയും കാണും നിങ്ങൾ, ഇങ്ങനെയും കാണും. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ആ അക്ഷരത്തെ നിങ്ങൾ ഉച്ചരിക്കണം. 11 സൂറത്ത് യൂസുഫ് ഒന്ന് ഓതിയാണ്. അതന്നെ, ലാ തഹ്മന്ന, അതന്നെ. അവിടെ കണ്ടങ്ങൾ ഖാലൂയ അബാന മാലക ലാ തഅ്മന്ന, അവിടെ ഒരു ഊന്നുള്ള ഒരു ചെറിയൊരു മുളക്കം വരും അവിടെ. ഇത് കണ്ടങ്ങൾ കണ്ടില്ലേ? തഅ്മന്ന അതിലില്ലേ? ഉണ്ടാവും. അവിടെ ഒരു ചെറിയൊരു ഒരു പിന്നെ ഒരു ചെറിയൊരു നൂനിൻ്റെ ഒരു നീട്ടൽ അവിടെ വരും. അതിനാണെന്ത് പറയാ, അത് കാര്യങ്ങളുടെ പിന്നെ ശേഖന്മാരുടെ ഒത്ത് കേട്ട് നിങ്ങൾ പഠിക്കണം. അറബി ഭാഷ
റസൂലിന്റെ കാലത്ത് ഇതിന് ആവശ്യമില്ലല്ലോ. കാരണം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഏത് ഭാഷയിലാ? വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഏത് ഭാഷയിലാ? അറബി ഭാഷയിൽ. ആ അറബിയിൽ തന്നെ ഏറ്റവും ഫസാഹത്തോടു കൂടിയുള്ള ഭാഷയിലാണ് ഖുറൈശികളുടെ ഭാഷ. അന്ന് ആ അറബി ഭാഷ ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് പ്രഥമമായിട്ട് അവിടെ ആരുള്ളത്? ഖുറൈശികൾ. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിൻ്റെ അറക്കത്ത് തെറ്റുന്ന ഒരു വിഷയമല്ല, അവർക്ക് തെറ്റുന്ന ഒരു വിഷയമല്ല, അവർക്ക് അറക്കത്തിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് മനസ്സിലാവും. അത്ര എന്താണ് അവർ, അല്ലേ? അവരുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങുന്നത്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഖുർആൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഖുറൈശികളിലേക്ക് മടങ്ങണം, ഖുറൈശി ഭാഷയിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞത്. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പിന്നെ ഇങ്ങനെ ദഅവത്ത് ഇങ്ങനെ പോയപ്പം വിദേശികളായ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വിദേശികളായ ആളുകൾ ഇസ്ലാമിലേക്ക്, ഇപ്പം നമ്മളൊക്കെ ഇസ്ലാമിലേക്ക് പിന്നെ അറബിയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കടന്നു വന്നാൽ നമ്മൾ ചിലപ്പം കുല്ലെന്നില്ല കുല്ലുന്ന് വായിക്കും, അല്ലേ? കുല്ലിന്നില്ലവും കുല്ലുന്ന് വായിക്കും. നമുക്ക് ലെവലുണ്ടാവില്ല, നമ്മൾ അത്ര പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം വിദേശികളായ വുഫൂദുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വന്നപ്പോൾ അറബി ഭാഷയിൽ എന്ത് ചെയ്യും? വിശുദ്ധ ഖുർആനിൻ്റെ ഹർക്കത്തുകളൊക്കെ തെറ്റിയോതാൻ തുടങ്ങി. ആ തെറ്റിയോതാൻ തുടങ്ങിയപ്പം അബുൽ അസ്വദ് ദുഅലി എന്ന് പറയുന്ന മഹാപണ്ഡിതനുണ്ട്. ആ പണ്ഡിതനാണ് ഈ രൂപത്തിലുള്ള ഹർക്കത്തുകൾ ഇങ്ങനെയാണ് ഓതേണ്ടത്. എന്തിനാണ് ഈ ഹർക്കത്ത് ഉണ്ടാക്കിയത്? റുമൂസ് എന്നാണ് അതിന് പറയാറുള്ളത്. ഈ റുമൂസുകളൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയത്? നമ്മളിപ്പോൾ എന്തിനാ പണ്ട് കാലത്ത് റോഡിലൂടെ നിങ്ങൾ പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഈ സിഗ്നൽ ഉണ്ടായിനോ? അവിടെ ഇല്ലല്ലോ. ഉണ്ടായിനോ? അടുത്ത കാലത്തല്ലേ ഈ പച്ചയും ചുവപ്പും ഒക്കെ വന്നത്, അല്ലേ? ഈ അടയാളമൊക്കെ പിന്നെ ഒരുപാട് അലാമാത്തൊക്കെ വന്നിട്ടുള്ളത് ആ അടുത്ത കാലത്ത് വന്നതാണ്. എന്തിനാ ഉണ്ടാക്കിയത്? അവിടെ നിങ്ങൾ പിന്നെ അറബി ഭാഷയിൽ അവിടെ എഴുതി വെച്ചാൽ പോരെ, അത് പോവരുത് എന്ന് എഴുതി വെച്ചാൽ പോരെ. എഴുതി വെച്ചാൽ നമ്മൾ കുടുങ്ങും, നമുക്കറിയില്ല. അപ്പോൾ ലോകത്തെല്ലായിടത്തും അറിയപ്പെടുന്ന ആ പച്ച, ചുവപ്പ്, മഞ്ഞ അല്ലെങ്കിൽ ആരോ മാർക്ക്, ഇങ്ങനെ അങ്ങനെ ഓരോ മാർക്കില്ലേ, അതെന്തിനാണ് ഉണ്ടാക്കിയത്? അതൊരു വേൾഡ് നിയമമാണ്. അതുകൊണ്ട് എല്ലാ ഭാഷക്കാർക്കും അത് അറിയാൻ പറ്റും. ഇതേപോലെ റുമൂസ് എന്തിനാണ് ഉണ്ടാക്കിയത്? ആ റുമൂസ് അത് ഓതുന്ന അറബി ഭാഷ അറിയുന്ന തന്നെ അനറബികളായ ആളുകൾക്ക് വേഗം മനസ്സിലാവും. ഇത് പിന്നെ ഇതിട്ട ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സീറോ ഇട്ട ഇന്നതാണ് ചെയ്യേണ്ടത്, മറ്റേ നീളത്തിലുള്ള സുക്കൂനിട്ടാൽ പിന്നെ ഇന്നതാണ് ചെയ്യേണ്ടത്, ഒന്നുമില്ലാത്ത നഗ്നമായ അക്ഷരം വരികയാണെങ്കിൽ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് ആർക്ക് മനസ്സിലാവും? എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് അബുൽ അസ്വദ് ദുഅലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഈ റുമൂസ് ഉണ്ടാക്കിയത്. അതടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രിന്റ് ചെയ്യുന്ന എല്ലാ ഖുർആനിലും എന്തുണ്ട്? ഈ റുമൂസ് നമുക്ക് കാണാം. മലിക് ഫഹദ് അബ്ദുൽ അസീസ് അയാളുടെ ആ പിന്നെ മത്ബാ എന്താ പറയുക, ഖുർആൻ പ്രിന്റ് ചെയ്യുന്ന സ്ഥലമല്ലേ, അവിടെ നിന്നൊക്കെ ഈ നിയമം അനുസരിച്ചിട്ടാണെന്ന് വരുന്നത്. പണ്ട് അറബികളെ സംബന്ധിച്ചിടത്തോളം, ആ മക്കാരായ അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് ഉണ്ടാക്കിയില്ല. മനസ്സിലായില്ലേ? നമ്മളെ പേര് തന്നെ അറബികൾ വിത്താക്ക മദനി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നോക്കി, നിങ്ങളെ പേരെന്താ? അതിലെന്തൊക്കെയോ ഏതോ പിന്നെ ദൈവത്തിന്റെ പേരൊക്കെ ആയിരിക്കും. അതുണ്ടാവും. അപ്പൊ ഹർക്കത്തിന് അവിടെ നമ്മളെ ഓൽക്ക പ്രശ്നം ഉണ്ടാവില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹർക്കത്തിന് പ്രശ്നമുണ്ട്. ആ ഹർക്കത്തില്ലെങ്കിൽ നമുക്ക് വ്യക്തമാവൂല, അല്ലേ? ഇങ്ങനെ ഒരു പാടുണ്ട്. നമ്മളെ പേരുകൾ തന്നെ വിത്താക്കെടുത്ത് നോക്കിയാൽ മതി, ഒക്കെ എന്തൊക്കെയോ ആയിരിക്കും, അല്ലേ? മനസ്സിലാവില്ല. അപ്പൊ ഇവിടെ പറ്റിയ നമ്മൾ എന്തേനും ഇപ്പൊ പറഞ്ഞത് ഒന്നിത്, പിന്നെ അത് പിന്നെ വട്ടത്തിലുള്ള. ഇനി നഗ്നമായി വരുന്നത് എന്തിനാ? നഗ്നമായി വരുന്നത് ഒന്നുമില്ലാതെ വരിക. അതെന്തിനാ? അതും നമ്മൾ പോതിയെടുത്ത് വന്നാണ്. നോക്കിയാണ് എവിടെയാണ് വല്ലയിലി? ഒന്ന് നോക്കിയാണ് വല്ലയിലി ഇതാ യക്ഷ. അവിടെ കണ്ടില്ല നിങ്ങൾ? ഇതാ ഇല്ലോടത്തും വന്നിന് ആദ്യം അലിഫിൽ ഇങ്ങനെയുള്ള ഒന്നുണ്ടാവും, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, എന്നാലും സൂചിപ്പിക്കാം. ഇങ്ങനെയുള്ള ഉണ്ടാവും, പിന്നെ നഗ്നമായ അലിഫ് ഉണ്ടാവും, അല്ലേ? സുക്കൂനുള്ള ഉണ്ടാവും, നഗ്നമായ അലിഫ് ഉണ്ടാവും. ഈ സുക്കൂനുള്ളതിന് ഉച്ചാരണം ഉണ്ടാവില്ല. ഇത് വന്നാലോ, ഈ ഇങ്ങനെ വന്നാലോ
നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. നമ്മൾ ഇതാ ഈ കണ്ടില്ലേ, അതിൻ്റെ താഴെ കണ്ടില്ലേ നിങ്ങളത്? എന്തിനാ ഈ ഇട്ടത്, ആ അംസ ഇട്ടത്? അത് പിന്നെ കഥൻ്റെ അംസയാണ് എന്ന് കാണിക്കാനാണ് ഈ അടയാളം ഉണ്ട്. അത് മുകളിൽ വന്നാലും താഴെ വന്നാലും ഒക്കെ സെയിം തന്നെ. ആ ഇ അല്ലേ? അപ്പൊ ഈ വായിക്കണം, ഈ വായിക്കണം. ദാന്ന് പറഞ്ഞ് വായിക്കാൻ പാടില്ല. സാധാരണ നഗ്നമായി വന്നാൽ എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. ഫസ്റ്റിലാണെങ്കിൽ ഉച്ചാരണം ഉണ്ടാവില്ല. ഇനി ഇങ്ങനെ വന്നാലോ, സ്വാദിട്ട് വന്നാലോ? ഫസ്റ്റിലാണെങ്കിൽ ഉച്ചാരണം ഉണ്ടാവും. ഉദാഹരണം അൽഹംദു അല്ലേ? അൽഹംദുലില്ലാ, അവിടെ അൽഹംദു അവിടെ കാണാൻ കേക്ക് ഇത് അവിടെ എന്തില്ല? ആ അലിഫിന് ഉച്ചാരണമല്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഉച്ചരിക്കണ? സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട്. ഇനി അതേ നിങ്ങൾ കൂട്ടിയതാണെങ്കിലോ, ബിസ്മില്ലാഹിർ റഹ്മാനി റഹീമിൽ ഹംദി എന്നാ പറയാ. റഹീമിൽ ഹംദി അവിടെ അപ്പം കൂട്ടി എഴുതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. ഇത് കൂട്ടി എഴുതിയാലും അല്ലെങ്കിലൊക്കെ അതിന് ഉച്ചാരണം ഉണ്ടാവും. ഇത് എന്തായാലും അതിനൊരു തലഫുദ് പ്രൊണൗൺസിയേഷൻ ഉണ്ടാവില്ല. ഇത് വന്നാലോ, നഗ്നമായ അലിഫ് വന്നാലോ, അതാണ് ഇപ്പൊ നമ്മളെ വിഷയം. ഇവിടെ എവിടെ വന്നത്? ദാ. പിന്നെ അതേ ആയത്തിൽ തന്നെ യഹ്ഷ. എന്താ രണ്ടും വ്യത്യാസം? രണ്ടും നഗ്നമായ അലിഫല്ലേ? രണ്ട് നഗ്നമായ അലിഫല്ലേ? ആണ്. എന്ത്? ഇതാ എന്നുള്ളിടത്ത് നമ്മൾ ദാ നീട്ടി നഗ്നമായ അലിഫ് എന്ന് പോകും. യഹ്ഷ എന്നുള്ളിടത്തോ അവിടെ ശരിക്കും അവിടെ യക്ഷ എന്ന് എഴുതുമ്പോൾ യക്ഷയാ എന്നല്ലേ വായിക്കണ്ടേ അലിഫിട്ടാൽ അല്ലേ? ശരിക്കും യക്ഷ പിന്നെ ഇങ്ങനെ അലിഫിടുമ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയാ? യക്ഷയ എന്നാണ് വായിക്കേണ്ടത്. അപ്പൊ ഈ അലിഫിനെ പറ്റി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, യാന്റെ മിഡിലാണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യാ? യക്ഷ അകാരമാക്കി ഉച്ചരിക്കണം, അകാരമാക്കി ഉച്ചരിക്കണം. ഇതേ അലിഫ് തന്നെ യാന്റെ ശേഷമാണ് വന്നെങ്കിലോ യക്ഷയ വായിക്കണം. മനസ്സിലായോ? ഏത് അക്ഷരം അങ്ങനെയാണ്. അലിഫ് വാവ് പിന്നെ യാ വാവ് ഇവിടെ യാന്റെ മിഡിലാണ് വന്നെങ്കിൽ എന്താ? യക്ഷ. ഉദാഹരണം പിന്നെ വാവിന്റെ മിഡിലാണ് വന്നെങ്കിൽ എന്നാ വായിക്കുക. ഇപ്പൊ ഉദാഹരണമായിട്ട് സ്വലാത്ത് എന്നിങ്ങനെ ഖുറാനിൽ എങ്ങനെ നിങ്ങൾ എഴുതുക? ഇങ്ങനെയാണ് ഖുറാനിൽ സ്വലാത്ത് എന്നുണ്ടാവുക. ഇതിപ്പോ നിങ്ങൾ എന്താ വായിക്കുക? അർക്കത്തില്ലെങ്കിൽ സലവത്ത് എന്നൊക്കെ വായിക്കുക അല്ലേ? അപ്പം ഇവിടെ ഉണ്ടാവും ഒരു അലിഫ്. ഈ വാവിന്റെ മുകളിലും കാണാം, വാവിന്റെ മിഡിലൊരു അലിഫ് കാണാം. അപ്പോഴാണ് നമ്മൾ എന്ത് കേൾക്കേണ്ടത്? സ്വലാത്ത് എന്ന്. ഈ വാവിന്റെ ശേഷമാണ് അതും ഖുറാനിലുണ്ട്. അപ്പം ഈ അല്ല ഇത്. അപ്പൊ എന്ത്? സ്വലവാത്ത്. ആണോ? സ്വലവാത്ത്. വാവിന്റെ ശേഷം വന്നാൽ സ്വലവാത്ത്. നിയമം അങ്ങനെ ആയതുകൊണ്ടാ. ഇതെന്താ? ഈ താവ് മാറ്റാനുള്ള നിയമം എന്താ? ഇത് പിന്നെ ഹാത്താവ് വരിക സിംഗുലറിനാണ്, ഏകവചനത്തിനാണ്. ഈ ബാത്താവ് വരിക പ്ലൂരലിനാണ്, ബഹുവചനത്തിനാണ്. അപ്പൊ അത് രണ്ടും വ്യത്യാസമുണ്ട് ഇല്ലേ? ഇവിടെ വാവിന്റെ മിഡിൽ വരുമ്പോൾ ആ വാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വാന്ന് ഉച്ചരിക്കാതെ അകാരമായി ഉച്ചരിക്കണം. സ്വലാത്ത്. വാവിന്റെ ശേഷമാണ് വരണമെങ്കിലോ സ്വലവാത്ത്. യാവു അതേപോലെ തന്നെ. അപ്പൊ യഹ്ഷ ആ വ്യക്തായില്ലേ? പിന്നെ വന്നഹാരി അവിടെ വാവിന്റെ ശേഷം എന്താ വന്നത്? ഇത് വന്നിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ട് നമ്മൾ അതിനെ അന്നഹാരി ഉച്ചരിക്കണില്ല? അതാണ് വസ്ലിന്റെ അംസ എന്ന് പറയുന്നത്. വസ്ല് എന്നതിൻ്റെ വസ്ല് നെയ്തുമ്പോൾ എന്തുണ്ടാവും? വസ്ല് നെയ്തുമ്പോ ഒരു സ്വാദില്ലേ അല്ലേ? വസ്ലിന് എവിടെ ഉണ്ട്? സ്വാദുണ്ട്. ആ സ്വാദാണ് ആ അലിഫിന്റെ മുകളിലിട്ടത്. ഈ സ്വാദ് ആ സ്വാദിന്റെ വാല് മുറിച്ചതാണ്. അപ്പോൾ എന്താക്കണേ? ഉച്ചാരണം ഉണ്ടാവൂല. അപ്പൊ ആ സ്വാദ് മുറിച്ചിട്ടതാണ്. ഇത് വസ്ലിന്റെ അംസയാണെന്ന് കാണിക്കാനാണ് അലിഫിന്റെ മുകളിൽ അതിട്ടിട്ടുള്ളത്. പിന്നെ വേറെ ശ്രദ്ധിക്കാനുള്ളത്, ലാമിന് അവിടെ ഉച്ചാരണമില്ല. ഉണ്ടോ? അൽ നഹാരി എന്നാ ഉച്ചരിക്കണത്? അല്ല. എങ്ങനെ ഓതുന്നത്? വന്നഹാരി. ലാം ഇവിടെ പോയി. അപ്പൊ ലാമ് രണ്ട് സൈസ് ഉണ്ട്. ഏതൊക്കെയാണ് ലാമ്? ശംസിയ കമരിയ എന്ന് പറയുന്ന ലാമിന് രണ്ട് ഉച്ചാരണം ഉണ്ട്.
ശംസി ആവുമ്പോൾ എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. കമരി ആവുമ്പോൾ എന്തുണ്ടാവും? ഉച്ചാരണം ഉണ്ടാവും. ശംസിയും കമരിയും എങ്ങനെ മനസ്സിലാക്കുക? 14 അക്ഷരങ്ങൾ ശംസിയുടേതും 14 അക്ഷരങ്ങൾ കമരിയുടേതുമാണ്. അപ്പോൾ ആ ലാമിന് ശേഷം വരുന്ന അക്ഷരത്തിനനുസരിച്ചാണ് അതെന്ത് പറയുക, കമരിയാണോ പിന്നെ ശംസിയാണോ എന്ന് വേർതിരിക്കുക. ഇവിടെ നൂന് ശംസിയായ അക്ഷരങ്ങളിൽപ്പെട്ടത് കൊണ്ട് ലാമിന് എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ഓതണം? വന്നഹാരി വൽ ഖമരി എന്നോതുമ്പോഴോ ഖ എന്നുള്ളത് കമരിയ അക്ഷരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എന്താണ്? വൽ വൽ എന്ന് ലാമ് ഉച്ചരിക്കും. ഇവിടെ ഉച്ചാരണമില്ല, കാരണം ശംസിയാണ്. പിന്നെ ഇത നമ്മൾ പഠിച്ച പോലെ തന്നെ ഈ ഉച്ചരിക്കണം, നീട്ടണം 2 കതിർ. തജല്ല അവിടെയും കാണാൻ അകാരമാക്കി ഉച്ചരിക്കണം. പിന്നെ വമ മാ കഴിഞ്ഞിട്ട് നഗ്നമായ അലിഫാണ്. അത് എന്തിനാ വന്നത്? മാ നീട്ടി ഉച്ചരിക്കണം എന്ന് കാണിക്കാനാണ്. പിന്നെ ഖലഖ ദക്കറ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദക്കറ എന്നില്ല, അലിഫിന് എന്തില്ല? ഉച്ചാരണമല്ല, ബസ്സിൻ്റെ അംതിയാണ്. ലാമ് ശംസിയാണ്. അതുകൊണ്ട് എന്ത് എഴുതണം? ഖലഖ ദക്കറ. ഖലഖ അദ്ദക്കറ എന്നാവുക അല്ല. പിന്നെ വൽ ഉൻസ കണ്ടോ, അവിടെ ലാമിന് ഉച്ചാരണമുണ്ട്. അദ്ദക്കറ എന്ന് പറഞ്ഞപ്പോൾ ലാമിന് ഉച്ചാരണമല്ല. വൽ ഉൻസ എന്നുള്ളിടത്ത് ലാമിന് ഉച്ചാരണമുണ്ട്. ആ ഉച്ചാരണം ഇല്ലോടത്ത് കണ്ടില്ല, നമ്മൾ ആ റസൂലായി കടന്നു വന്ന് അല്ലേ? അപ്പോൾ ആ ലാമിനെ ഉച്ചരിക്കണം. ആ റസൂലായി കടന്നു വരുന്നിടത്ത് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിയമമൊന്നും അറിയില്ല, ഈ അടയാളം മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓതാൻ പറ്റും. കാരണം ആ ലാമിൻ്റെ മുകളിൽ റസൂലായുണ്ട്, അപ്പോൾ ആ ലാമിനെ ഉച്ചരിക്കണം. അപ്പോൾ വൽ ഉൻസ. മറ്റൊടത്ത് ആ റസൂലായില്ല, അപ്പം എങ്ങനെ ഓതണം? വമാ ഖലഖ ദക്കറ. അലിഫിനും ലാമിനും ഉച്ചാരണമില്ല. ഉൻസ അകാരമായിട്ട് ഉച്ചരിക്കണം. പിന്നെ ആ ഉൻസ എന്നുള്ളതിന് ശേഷം ഇങ്ങനെ ഒരു അടയാളം ഇട്ടുണ്ടല്ലോ നിങ്ങൾ സിഗ്നൽ, അലിഫുണ്ട് പിന്നെ ഇങ്ങനെയുണ്ട് അല്ലേ? അതെന്തിനാട്ട്? അതെന്തിനാ? നമ്മളിപ്പോൾ അവിടെ കുറേ നീട്ടുണ്ടോ? അതാണ് അതിൻ്റെ നിയമം. അതിൻ്റെ ശേഷം വരുന്ന എന്താ? അംസയാണ് അല്ലേ? ഇന്നയാണ്. അപ്പം നിങ്ങൾ കൂട്ടി ഓതുകയാണ് എങ്കിൽ എങ്ങനെ ഓതണം? വൽ ഉൻസ ഇന്ന. അപ്പം 4 മുതൽ 6 കതിർ വരെ നിങ്ങൾ നീട്ടിക്കൊള്ളണം. വൽ ഉൻസ ഇന്ന. ഇനി കൂട്ടി ഓതേണ്ട ആവശ്യമില്ല, അവിടെ എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. അപ്പം എങ്ങനെ ഓതണം? വമാ ഖലഖ ദക്കറ വൽ ഉൻസ. പിന്നെ ഉൻ എന്നുള്ള നൂനിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉൻ വെളിവാക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ എന്ന് പറയുന്നത് എന്താ? അതിൽ മണിക്കലുണ്ട്, തരിമൂക്ക് തരിപ്പിക്കണം. പക്ഷെ എന്തില്ല? ശക്തമായി തരിപ്പിക്കാൻ പാടില്ല. എങ്ങനെ? ഒരു പിന്നെ ശിദ്ദത്ത് കുറഞ്ഞു കൊണ്ടിട്ടുള്ള പിന്നെ രൂപത്തിലുള്ള എന്ത് ചെയ്യണം? തരിമൂക്ക് മണിക്കണം. എങ്ങനെയാ പോതൻ്റെ? വൽ ഉൻസ അല്ലേ? മറ്റേത് പിന്നെ ശക്തമായി തരിപ്പിക്കുന്ന രംഗം ഇദ്ഗാമിൻ്റെ. അപ്പോൾ ഉദാഹരണമായിട്ട് ഇമ്മ എങ്ങനെ ഓതണം? ഇമ്മ മിമ്മ അമ്മ. അതിലൊരു ശക്തി ഉണ്ട്, ശിദ്ദത്തുണ്ട്. ഇതിലെന്തുണ്ടാവൂല? ഖലഖ ദക്കറ വൽ ഉൻസ. ആ ശക്തിയുണ്ട് കുറയും, പക്ഷെ മണിക്കലുണ്ട്. മനസ്സിലായില്ലേ? നമ്മളിപ്പം സാധാരണ ഒരു വണ്ടി ചെരുകൂടെ കൊണ്ടുപോകണം അറിയില്ലേ? മെല്ലെ ഇങ്ങനെ കൊണ്ടുപോവുക. പിന്നെ ഇന്ന സഅയക്കും അവിടെ ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. നൂനിനെ മണിക്കും വേണം. അപ്പം എങ്ങനെ ഓതണം? ഇന്ന സഅയക്കും. കണ്ടില്ലേ? കണ്ടോ അവിടെ ആ റസൂലായി കടന്നു വന്ന്. അല്ലെങ്കിൽ നിങ്ങൾ സായക്കും എന്നൊക്കെ ഓതും അല്ലേ? അപ്പം എങ്ങനെ ഓതണം? സഅയക്കും 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 എന്ന് തന്നെ ഓതണം. പിന്നെ ലശ അവിടെ യാൻ്റെ മുകളിൽ ഫത്തഹ് അർക്കത്തിട്ട് നീളത്ത് കണ്ടങ്ങൾ കുറച്ച് നീട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഖുറാനിൽ ഉണ്ടോ? എന്തിനാ അങ്ങനെ ഇട്ട്? അതിന് അത്ര നീളം വരുന്നേ? അതിന് സാധാരണ നോർമൽ ഇതിട്ടാ പോരെ? ഫത്തഹ് ഇങ്ങനെ കുറേ അങ്ങോട്ട് നീട്ടണോ?
ഇല്ല അല്ലേ? ചില ഖുർആനിലുണ്ടാവും. നോർമലാണ്. ഇനി നോർമൽ അല്ലാത്ത വരും ചിലപ്പോൾ. എന്തുകൊണ്ടാ വരുന്നേ? അങ്ങനെ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഖുർആൻ പ്രിന്റ് ചെയ്യില്ലേ, അപ്പോൾ ഒരു വരിയിൽ ഇത്ര ഹർക്കത്ത് വേണമെന്നുണ്ട്. ഈ പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ മുതൽ അതിൻ്റെ പിന്നെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഉള്ള ഹർക്കത്തുകളാണ് ഒരു വരിയിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യണ ആ സാധനം തന്നെ. അത് ഒരിത്തിരി കുറഞ്ഞാൽ ഈ വരി കുറച്ച് ഇങ്ങോട്ട് നിൽക്കും. പിന്നെ അല്ലെങ്കിലോ ഇത്തിരി നീണ്ട ഇങ്ങോട്ട് തെന്നിക്കും. അപ്പം അതനുസരിച്ച് എന്ത് ചെയ്യും, ചിലപ്പം ചില അക്ഷരങ്ങൾ എണ്ണം തയ്യില്ല. അപ്പം എന്ത് ചെയ്യും, അതിൻ്റെ ഹർക്കത്ത് കുറച്ചും ഇങ്ങോട്ട് നീട്ടിയിട്ട് കൊടുക്കും. എന്നാൽ മറ്റേ ചെറിയൊരു സ്പേസ് അവിടെ ഇങ്ങോട്ട് കിട്ടും. അതിനാണ് അങ്ങനെ ചിലപ്പം ഹർക്കത്ത് നീട്ടിയിടുന്നത്. അത് തജ്വീദുമായിട്ട് വലിയ ബന്ധമില്ല. ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ശരിയാക്കാൻ ആ പ്രിന്റിൻ്റെ അതുകൊണ്ടാണ്. അപ്പോൾ ഖുർആനിൽ പല സ്ഥലത്തും ഉണ്ടത്. ഖുൽ അഊദു ബി റബ്ബിൽ, അവിടെ മറിച്ച് നോക്കിയാൽ നിങ്ങൾ അവിടെയൊക്കെ കാണാൻ കേൾക്കത്. ഖുൽ അഊദു ബിന്നാസ് മലിക്കിന്നാസും ഒക്കെ കാണാം. എവിടെയാണ് അത്? കണ്ടോ, യദ്ഖുലൂന, ആ നായുടെ ഫതഹ് നോക്കി നിങ്ങൾ. ഇദാ ജാ നസ്റുല്ലാഹിൽ ഫതഹ് കണ്ടില്ലേ? റഅയ്ത, അവിടെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ? സാധാരണ നോർമൽ കുൽ ഹുവല്ലാഹു അഹദ്, അഹദ് നോക്കിയാണ്, സമദ് നോക്കിയാണ്. ആ ഫതഹ് കണ്ടില്ല നിങ്ങൾ? ആ അക്ഷരത്തിൻ്റെ അത്ര ഫതഹും കൂടി ഉണ്ട്. അല്ല, 3 അക്ഷരം കൂടി അത്ര ഫതഹ് ഉണ്ട്. കാണില്ല? കുൽ ഹുവല്ലാഹു മറക്കി സൂറത്തുൽ ഇഖ്ലാസിൽ കണ്ടില്ലേ? ഉണ്ടോ? ഇത് കണ്ടില്ല നിങ്ങള്? നല്ലൊന്ന് കിട്ടീന്. സമദിന്റെ സ്വ എന്നുള്ള ഫതഹോ നല്ലൊന്ന് കിട്ടീന്. അത് എന്തുകൊണ്ടാ? ഞാനെങ്കിലും അങ്ങനെ ചോദിച്ചാൽ അത് ഈ അടിസ്ഥാനത്തിലാണത്. ഏതടിസ്ഥാനത്തില്? അവിടെ സാധാരണ ഒരു ഫതഹ് മതി. അതിലപ്പുറം ഇട്ടത് എന്തുകൊണ്ടാ? ഈ നിയമമാണ്. ഇങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഖുർആനിൻ്റെ ആ ഇത് പിന്നെ വരി ശരിയായി വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ഫതഹ് നീട്ടിയായിട്ട് കൊടുക്കും. അപ്പോൾ ആ പ്രിന്റിൽ അതനുസരിച്ച് വലിപ്പമുണ്ട്. ഇതിൽ ചെറുതാ. ചിലയിൽ അതിലും നീളമെല്ലാം ഉണ്ടാവും. ഇപ്പൊ കുൽവല്ലാഹു അപ്പം ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ അതാണ് നിയമം എന്ന് പറയാനാണ് ഇപ്പം ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളെ തജ്വീദുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ, അത്തരം കാര്യം നല്ലത്. പിന്നെ ഇന്ന ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. പിന്നെ ഇന്ന സഅയക്കും ലശത്ത, ശത്തയാന്ന് ഓതാൻ പാടില്ല. അപ്പം 4 ആയത്ത് മതി. ഒന്നുകൂടി ഓതി വയ്ക്കാൻ. വല്ലൈലി ഇദാ യഗ്ഷ, എല്ലാവരും കൂടി. മതി. 4 ആയത്ത് മതി. സൂറത്തിന്റെ പേര് അല്ലൈൽ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. എന്താല്ലേ? രാത്രി. പിന്നെ വല്ലൈലി ഇദാ യഗ്ഷ, വാവ് ഖസമിന്റെ വാവ് അല്ലേ? വല്ലൈലി രാത്രിയാണ് സത്യം. ഇദാ യഗ്ഷ, ഖശിയ യഗ്ഷ എന്ന് പറഞ്ഞാൽ എന്താ? പൊതിയ ഇങ്ങോട്ട് ചുറ്റുക. നമ്മളിപ്പോൾ ഒരു സാധനം പൊതിയലില്ലേ? ആവരണം ചെയ്യുക, പൊതിയ, മൂടുക എന്നൊക്കെയാണ് അർത്ഥം. ഒന്നൊക്കെ മൂടുക. ഒത്ത, കുപ്പിയുടെ മൂടണേനും എന്ത് പറയും? വശിയ യക്ഷ എന്ന് പറയും. ഒരു ഭാഗം മൂടുക. പിന്നെ പൊതിനേനും എന്ത് പറയും? യക്ഷ, കവർ ചെയ്യണേനും അത് പറയാറുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മൂടുക. എന്തിനെ ഇവിടെ മൂടേണ്ടത്? വല്ലൈലി ഇദാ യഗ്ഷ, രാത്രിയാണ് സത്യം, അത് മൂടി വരുമ്പോൾ. വന്നഹാരി, പകലാണ് സത്യം, ഇദാ തജല്ല, അത് വെളിവായി വരുമ്പോൾ. വമാ ഖലഖ ദക്കറ വൽ ഉൻസ, അതിൻ്റെ അർത്ഥം എന്താ? വമാ ഖലഖ ദക്കറ വൽ ഉൻസ,
സൃഷ്ടിച്ചു. അതാണ് എനിക്ക് കിട്ടേണ്ടത്, ഇഞ്ഞാണ് കിട്ടേണ്ടത്. മനസ്സിലായി? ആ എന്ത് വമാ ഖലക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ പഠിച്ച നിയമം ഇല്ല എന്ന് പറയും. അപ്പൊ വമാ ഖലക ദക്കറ വൽ ഉൻസ എന്ന് പറഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നാണോ? അല്ല, ഇല്ല എന്നല്ല. വമാ ഒരു രീതിയും, മാ ഒരു രീതിയും, ഖലക അവൻ സൃഷ്ടിച്ചു. ആര്? അള്ളാഹു സൃഷ്ടിച്ചു. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ച രീതി തന്നെയാണ് സത്യം. ആര് സൃഷ്ടിച്ചു? അദ്ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതി തന്നെ. അപ്പൊ 3 സത്യം. ഒന്ന്, രാത്രിയാണ് സത്യം, പകലാണ് സത്യം, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയാണ് സത്യം. ഇന്ന സഅയക്കും ലശത്ത, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം വിഭിന്ന രൂപത്തിലുള്ളതാണ്. നിങ്ങളുടെ പ്രവർത്തനം വിഭിന്ന രൂപത്തിലുള്ള. അപ്പോൾ ആ കാര്യം പറയാനാണ് 3 കാര്യം അള്ളാഹു ഇവിടെ ആണയിട്ട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം സത്യം ചെയ്തു പറയുന്നുവെങ്കിൽ ആ കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തിക്കാനുണ്ടാവും. ഈ രാത്രി പല സ്ഥലത്തും പല രൂപത്തിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ? അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രാത്രി പകല് അല്ലേ? അള്ളാഹുവിൻ്റെ ആയത്ത് എത്ര രൂപത്തിലുണ്ട്? 3 രൂപത്തിലുണ്ട്. ഒന്ന്, പ്രാപഞ്ചിക ദൃഷ്ടാന്തം, ആയാത്തുൻ കൗനിയ. ഈ ആയാത്തുൻ കൗനിയ എന്ന് പറയുന്നത് എന്താ? അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളായ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സൂര്യൻ, ചന്ദ്രൻ, മലകൾ, ഭൂമി, ആകാശം, ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തുള്ള ഒരുപാട് ജന്തുക്കൾ അല്ലേ, മല ഒക്കെ തുടങ്ങിയിട്ട് എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് അല്ലേ ഗാലക്സികൾ, ഇതേപോലെ നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഇതൊക്കെ എന്താണ്? ആയാത്തുൻ കൗനിയ എന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെ പറ്റി വിവരിക്കുന്നത് 1300 ആയത്തുകളിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. 1300 ആയത്ത്. അപ്പോൾ എന്തിനാണ് ഈ 1300-ലധികം ആയത്തുകൾ അള്ളാഹു പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെ പറ്റി വിവരിക്കുന്നത്? ഇനി മറ്റൊരായത്ത് ആയാത്തുൻ തക്വീനിയ എന്ന് പറയും. എന്താ ഈ തക്വീനിയ എന്ന് പറയുന്നത്? തക്വീനിയ എന്ന് പറയുന്നത് നമ്മൾ ചരിത്രം പഠിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കാൻ. കഴിഞ്ഞ കാലത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഇപ്പം ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് കുൽ സീറു ഫിൽ അർദി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കി എങ്ങനെയാണ് ആ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു. അപ്പം ആ ചരിത്ര പഠനത്തിന് പ്രേരിപ്പിക്കുകയാണ്. അതാണ് ആയാത്തുൻ തക്വീനിയ എന്ന് പറയുന്നത് അല്ലേ? ഭൂതകാലത്തിലേക്ക് നോക്കാനും ആ ചരിത്രം പഠിക്കാനും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നോക്കാനും അതൊക്കെ പഠിക്കാനും ആണ് ആയാത്തുൻ. പിന്നെ മറ്റൊരായത്തുണ്ട് ആയാത്തുൻ ഖുർആനിയ. എന്താണത്? വിശുദ്ധ ഖുർആനിൽ നമ്മളിപ്പോൾ എങ്ങനെ ഒന്നുണ്ടാക്കണം, എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെയാണ് കുളിക്കേണ്ടത്, ശുദ്ധി വരുത്തേണ്ടത്, ഇതൊക്കെ ഇപ്പം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? വിശ്വാസികളെ ഒന്നുണ്ടാക്കണം എന്ന വിശ്വാസികളോട് പറഞ്ഞിട്ട് എന്താ എന്തോ കാര്യമുണ്ടോ? ഈമാൻ ഇല്ലാത്ത അവിശ്വാസികളോട് നിങ്ങൾ ഒന്നുണ്ടാക്കണം എന്ന് അറിയേണ്ട ആവശ്യമുണ്ട് ഖുർആനിൽ? ഇല്ലല്ലോ. ആരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ? ഈമാനുള്ളവരോട്, നിസ്കരിക്കണവരോടല്ലേ നിങ്ങൾ ഒന്നുണ്ടാക്കണം, ഇന്ന രൂപത്തിലാണ് നിങ്ങൾ കുളിക്കേണ്ടത്, കുളിക്കുമ്പോൾ ഇന്ന ഭാഗം, നിങ്ങൾ ഒന്നുണ്ടാക്കുമ്പോൾ ഇന്ന ഭാഗമാണ് കഴുകേണ്ടത് അല്ലേ, തല തടവേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരു അവിശ്വാസിയായ മനുഷ്യനോട് പറഞ്ഞിട്ട് എന്താ കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എങ്ങനെ പിന്നെ മനുഷ്യർ പാലിക്കേണ്ട ഹുക്കുമുകൾ പറയുന്ന ആയത്തുകളും ഖുർആനിലുണ്ട്. അപ്പോൾ ഖുർആനിൽ എത്ര ആയത്തുണ്ട്? ആയാത്തുൻ കൗനിയ, മറ്റൊന്ന് ആയാത്തുൻ തക്വീനിയ, മറ്റൊന്ന് ആയാത്തുൻ ഖുർആനിയ. വിശുദ്ധ ഖുർആനിലെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റി പറയുന്ന ആയത്ത്, ചരിത്ര പഠനത്തിന് വേണ്ടി കണ്ണ് തുറന്ന് മനസ്സിലാക്കാനുള്ള ആയത്ത്, പിന്നെ മറ്റൊന്ന് അവിശ്വാസികളുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ വിവരിക്കണ ആയത്ത്. ഇവിടെ അള്ളാഹു ഏത് രൂപത്തിലുള്ള ആയത്താണ്? വല്ലൈലി എന്ന് പറയുന്നത് പ്രാപഞ്ചിക ദൃഷ്ടാന്തമാണ് അല്ലേ? ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തമായ രാത്രിയെപ്പറ്റി പഠിക്കണ ഒരു
ഏതു മനുഷ്യനും അതിൽ വിശ്വാസിയായിക്കൊള്ളണമെന്നില്ല, മുഅ്മിനായിക്കൊള്ളണമെന്നില്ല അല്ലേ? എന്തിനാ ഖുർആനിൽ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റി ഇങ്ങനെ പ്രതിപാദിക്കണേ? ഒരുപാട് സ്ഥലത്ത് വല്ലുഹാ വല്ലൈലി ഇദാ സജ വല്ലൈലി ഇദാ യഗ്ഷാ വന്നഹാരി ഇദാ തജല്ല ഇങ്ങനെ തുടങ്ങി വഇദ ശംസു കുവ്വിറത് വഇദൻ നുജൂമു ഖദറത് വഇദൽ ജിബാലു സുയിറത് ഇങ്ങനെയുള്ള വസ്സമാഇ ദാത്തിർ റജ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകൾ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റി വിവരിക്കണ്ടേ. എന്തിനാണ് വിവരിക്കണത്? എന്തിനാ? പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റി വിവരിക്കുമ്പോൾ നമുക്ക് വരുന്ന മാറ്റം എന്താ? നമ്മൾ ആ ആയത്തിനെ പറ്റി, ആ ദൃഷ്ടാന്തത്തെ പറ്റി ചിന്തിക്കും, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കും, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ തുറക്കും. നമ്മുടെ ചിന്ത തുറന്നാൽ എന്തുണ്ടാവും? അതിനെപ്പറ്റി പഠിക്കും, മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി അപ്പോൾ രാത്രിയാണല്ലോ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പം രാത്രി എന്ന അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെ പറ്റി മനസ്സിലാക്കണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മുസ്ലിമായിട്ട് അടുക്കിയടങ്ങും. ശരിക്ക് രാത്രി എന്ന ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെ പറ്റി എങ്ങനെയാണ് രാത്രിയും പകലും വരുന്നത്? ആലോചിച്ച് നോക്ക് നിങ്ങൾ, എങ്ങനെയാണ് രാത്രി വരുന്നത്? രാത്രി എങ്ങനെ? സൂര്യൻ എന്നും ഇവിടെ വെളിച്ചല്ലേ? സൂര്യൻ എപ്പോഴും കെടുണ്ടോ? ഇല്ല, സൂര്യൻ കെടണില്ല, അത് പ്രകാശിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ നമുക്ക് രാത്രി? ആ വെളിച്ചം ആരോ തടഞ്ഞു വെക്കുകയാണ്. ആരാണ്? ഭൂമിയുടെ ഭ്രമണം അല്ലേ? ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ആ ഒരു ഭാഗം ആ വെളിച്ചത്തെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് തടഞ്ഞു വെക്കുകയാണ്. ആ ഭാഗം ഇങ്ങോട്ട് മൂടുകയാണ് അല്ലേ? അള്ളാഹ് ഉപയോഗിച്ച പദം എന്താ? യക്ഷ. ഒരു ഭാഗം ഇങ്ങോട്ട് മൂടുകയാണ്, ഒരു ഭാഗം ഇങ്ങോട്ട് പൊതിയാണ്. എല്ലാ ഭാഗവും പൊതിയുണ്ടോ? ഇല്ല, ആ സൂര്യൻ്റെ വെളിച്ചം വരുന്ന ഭാഗം മാത്രം ഇങ്ങോട്ട് പൊതിയാണ്, അത് ഇങ്ങോട്ട് മൂടുകയാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നോക്കി നിങ്ങൾ, വല്ലൈലി ഇദാ യഗ്ഷ. ഇനി അള്ളാഹ് അവിടെ ഉപയോഗിച്ച പദം എന്താ? ഇതാ. ഇതാ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ ഇതാ എന്ന് പറയുമ്പോഴും ഇൻ എന്ന് പറയുമ്പോഴും നമ്മൾ അതൊക്കെ ആൽ അപ്പോൾ എന്നൊക്കെ അർത്ഥം പറയാൻ. പക്ഷെ ഇത വന്നാലും വിശുദ്ധ ഖുർആനിൽ ഇത എന്ന് പറഞ്ഞാലും ഇൻ. ഞാൻ പിന്നെ ഇദശംസ് കുവിറത്ത് എന്ന് പറയാം. എന്താ അർത്ഥം? ഇദശംസ് കുവിറത്ത് പറഞ്ഞാൽ ഇദൻ നുജൂമുൻ ഖദറത്ത്. അവിടേക്ക് ഇത വന്നിന്. എന്താ അതിൻ്റെ അർത്ഥം? നക്ഷത്രങ്ങൾ അടർന്നു വീഴുമ്പോൾ, സൂര്യൻ അതിൻ്റെ പ്രകാശം കെട്ട് പിന്നെ ആവരണം ചെയ്യുമ്പോൾ അല്ലേ, പർവ്വതങ്ങൾ പിന്നെ ചലിപ്പിക്കപ്പെടുമ്പോൾ, വൈദൽ ജിബാലു, അവിടെയൊക്കെ ഇതാ 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 എന്ന പദപ്രയോഗം ഉപയോഗിച്ചാണ്. അപ്പൊ ആ ഇത ഉപയോഗിക്കുന്നിടത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇതാ എന്ന പദമാണ് ഉപയോഗിച്ചെങ്കിൽ ശേഷം പറയാൻ പോകുന്ന സംഗതി 100% ഉറപ്പാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഇതയുടെ സ്ഥാനത്ത് ഇന്നാണ് ഉപയോഗിച്ചെങ്കിലോ ആ സംഗതി ഉണ്ടായിക്കോളുന്നില്ല. ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് വഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. സൂറത്തു ഹുജറാത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഇൻ അല്ലേ, ഇൻ ജാഅകും, നിങ്ങളടുത്ത് വന്നാൽ. അതിനല്ലേ ഇതാന്ന് പറഞ്ഞാലും ആൽ തന്നെയല്ലേ നമ്മൾ അർത്ഥം പറയുന്നത് അല്ലേ? അപ്പൊ ഇന്നും ഇതേയും തമ്മിലുള്ള വ്യത്യാസം, ഇൻ എന്ന് പറഞ്ഞാൽ ആ പിന്നെ ഒരു അധർമ്മകാരിയായ മനുഷ്യൻ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, നിങ്ങളുടെ അടുത്ത് ഒരു അധർമ്മകാരിയായ ഫാസിക്കായ മനുഷ്യൻ എന്തെങ്കിലും വാർത്തയായിട്ട് വന്നാൽ അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയ തന്നെ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ അള്ളാഹു ഇതാ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമ്പോൾ അത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും അല്ലേ, അധർമ്മകാരിയായൊരു മനുഷ്യൻ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത ഉപയോഗിക്കുമ്പോഴോ ഇദ ശംസു കുവ്വിറത്ത് വഇദൻ നുജൂമുൻ ഖദറത്ത് വഇദൽ ജിബാലു സുയ്യിറത്ത്. ഇങ്ങനെയുള്ള ഇത എന്ന പദപ്രയോഗം ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം പറയുന്ന കാര്യം 100% 100% ഉറപ്പായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ സൂര്യൻ അടർന്നു വീഴുക, സൂര്യൻ അതിൻ്റെ വെളിച്ചം കെടുക, നക്ഷത്രങ്ങൾ അടർന്നു വീഴുക, പിന്നെ ഉറച്ചു നിൽക്കുന്ന പിന്നെ മലകൾ സഞ്ചരിക്കുക എന്നത് അന്ത്യനാളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളിടത്താണ് അള്ളാഹു തആല എന്ത് ഉപയോഗിച്ചത്?
ഇതാ ഉപയോഗിച്ചു. ഇവിടെയും അതാണ് അള്ളാഹു ഉപയോഗിച്ചത്. വല്ലൈലി, രാത്രി തന്നെ. ഇതാ, അപ്പൊ ഇതിന്റെ ശേഷം പറയാൻ പോകുന്ന സംഗതി ഉറപ്പായിട്ടുണ്ടാവും. ഇതാ യക്ഷ എന്ന് പറഞ്ഞാൽ ആ സൂര്യന്റെ വെളിച്ചത്തെ പൊതിഞ്ഞു വെക്കുക എന്നത് നിർബന്ധമായിട്ടുണ്ടാവും. ഖിയാമത്ത് നാൾ വരെ അത് ഉണ്ടാവും അല്ലേ എന്ന് കാണിക്കാനാണ് എന്ത് പറയുന്നത്, ഇതാ. നിങ്ങൾക്ക് അതിന്റെ കുട്ടൻസ് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്താണ് ഇതാ. അപ്പൊ വല്ലൈലി ഇതാ യക്ഷ. പിന്നെ പറയുന്നത് വന്നഹാരി ഇതാ തജല്ല. അപ്പം അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഖിയാമത്ത് നാൾ വരെ എന്തുണ്ടാകും? ഈ രാത്രി ആ സൂര്യന്റെ വെളിച്ചത്തെ പൊതിയുന്ന ഒരു സംവിധാനം ലോകത്തുണ്ടാകും. രണ്ടാമത്തത്, ഖിയാമത്ത് നാൾ വരെ പകല് എന്നത് ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹു ഇതാ എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ എന്താ ഇപ്പം നമ്മളെ സമയം പോയോ? കഴിഞ്ഞോ? എന്നായിക്കോട്ടെ, നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാക്കല്ലേ? കൊടുത്തില്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.